മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ സഹായം വാഗ്ദാനം ചെയ്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ കത്ത് പുറത്ത്. 9-ാം തീയതി ലഭിച്ച കത്തിന് 13-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു. 10-ാം തീയതി തന്നെ മറുപടി അയച്ചില്ല എന്നായിരുന്നു ആക്ഷേപം. എസ് ഷീജ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷീജ, കർണാടക വാഗ്ദാനം ചെയ്ത സഹായം കേരളം അതിന് മറുപടി നൽകിയില്ല എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കർണാടക സർക്കാരിന്റെ സഹായം അതിൽ കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയില്ല എന്ന തരത്തിലായിരുന്നു പ്രചരണം. ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൂടിയാണ് മുഖ്യമന്ത്രി 13-ാം തീയതി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് അയച്ച കത്ത്. ആ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്, അതായത് ഡിസംബർ 6-നാണ് ആദ്യ അറിയിപ്പ് കർണാടകത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്നത്. അത് കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അയച്ച കത്താണ് ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ അറിയിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി, അതായത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് ഔദ്യോഗികമായി ഈ സഹായം, അതായത് 100 വീടുകൾ പുനരധിവാസത്തിനായി വെച്ചു നൽകാം എന്ന് പറയുന്ന സഹായം സംബന്ധിച്ചുള്ള കാര്യം ഔദ്യോഗികമായി അറിയിക്കുന്നത് ഡിസംബർ 9-ന് മാത്രമാണ്. തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിൽ വാർത്ത പ്രചരിക്കുന്നത്. കർണാടകം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും സഹായം മുന്നോട്ട് വെച്ചിട്ടും അതിൽ കേരളം കൃത്യമായ രീതിയിൽ മറുപടി നൽകുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു. പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ വേണ്ട പരിശോധനകളെല്ലാം നടത്തി മാത്രമേ ഒരു സംസ്ഥാനത്തിന് മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് മറുപടി ഡിസംബർ 13-ന് നൽകിയിരിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വയനാട് റീഹാബിലിറ്റേഷന്റെ ചുമതലയുള്ള ഗീത IASന്റെ ഓഫീസിൽ നിന്നും കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ പുനരധിവാസത്തിനായി ഒരു ടൗൺഷിപ്പ് ആണ് വിഭാവനം ചെയ്യുന്നതെന്നും അതിനുള്ള ഭൂമി ഏറ്റെടുത്ത ശേഷം ഏകീകൃത സ്വഭാവത്തിലുള്ള പ്ലാൻ തയ്യാറാക്കി വീട് നിർമ്മാണം ആരംഭിക്കും എന്നാണ് കേരളത്തിന് വേണ്ടി കൃത്യമായ രീതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. വീട് വെച്ച് നൽകാനാണ് കർണാടക സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അതിന് ലഭിച്ച ഉദ്യോഗസ്ഥ തലത്തിൽ നൽകിയ മറുപടിക്ക് അതിനുശേഷം ലഭിച്ചൊരു കർണാടകത്തിൽ നിന്നുള്ള അറിയിപ്പ് എന്ന് പറയുന്നത്. ഏതായാലും പക്ഷേ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. കാരണം ഇതിൽ രാഷ്ട്രീയ ദുഷ്ടലാക്ക് മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് കത്തയക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അതിൽ മറുപടി നൽകിയില്ല എന്ന തരത്തിൽ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേരള മുഖ്യമന്ത്രിയുടെ കത്ത് ഇതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നു. വിവരങ്ങൾ നൽകിയത്.